പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹെരോദസിന്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറയെ എടുത്തു? 12 എന്ന് അവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ കാണുന്ന തിന്മയുടെ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ അനുകരിക്കാതെ നന്മയിലോട്ട് തന്നെ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആകുലരാകാതെ നമ്മുടെ വേദനകളിലും ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാം. യേശുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം. യേശുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ യേശു നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ അനുവദിച്ചാൽ മതി. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന്